നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 15 തീയതി മുതൽക്ക് 21 തീയതി വരെയുള്ള 7 ദിവസത്തെ എല്ലാ മേഷാദി എല്ലാ രാശിക്കാർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണം നടത്തുകയാണ്. ഈ ആഴ്ചയിലെ ഒരു ഗ്രഹസ്ഥിതി സൂര്യൻ കുംഭത്തിലാണ്, അവസാനം മീനത്തിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ ബുധനും ശുക്രനും കുംഭത്തിൽ തന്നെയാണ്, കുജൻ കുംഭത്തിലാണ്, ഗുരു മിഥുനത്തിലും, വ്യാഴം മിഥുനത്തിലാണ്, ശനി മീനത്തിലാണ്, രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. ഈ ഗ്രഹസ്ഥിതി വെച്ച് മേഷാദി രാശികളുടെ ഫലം പറയുമ്പോൾ ആദ്യം നമുക്ക് മേഷരാശി അഥവാ മേടം രാശി എടുക്കാം. ഏരീസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ പാദവും ചേർന്നതാണ് മേടക്കൂറ്. ജോലി സംബന്ധമായിട്ട് ലാഭസ്ഥാനം അതായത് 11-ാം ഭാവം ശക്തമാണ്. പുതിയ കോൺട്രാക്റ്റുകളും മറ്റുമൊക്കെ വഴി ചില അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ടീം ലീഡർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. നാം മുൻപ് പ്രവർത്തിച്ച് പകുതിയാക്കി വച്ചിരിക്കുന്നതായിട്ടുള്ള ചില സംരംഭങ്ങൾ, അതിന് ഇപ്പോൾ അത് അംഗീകാരം ഉണ്ടാകാനും അതുമൂലം ഉയർച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. ധനപരമായിട്ട് ചില ഓൺലൈൻ ഇടപാടുകളിൽ കൂടെ അതുപോലെ എക്സ്ട്രാ ഇൻകം വരുന്ന കാര്യങ്ങൾ, ബോണസ്, ഇൻക്രിമെൻ്റ് അങ്ങനെയുള്ളത്, ചില കമ്മീഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് കുറച്ച് തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശിരസ്സ് സംബന്ധിച്ചുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് വീട്ടിൽ ചില അസ്വസ്ഥതകളുണ്ടാകും. കുടുംബത്തിലും ഉപയോഗിക്കേണ്ട സമയവും കൂടെ സുഹൃത്തുക്കളുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റ് കൂടെ ജോലി ചെയ്യുന്നവർ മുതലായവരുടെ കൂട്ടത്തിൽ പോകേണ്ടി ആയതുകൊണ്ട് കുടുംബത്തിൽ സമയം ചിലവഴിക്കാൻ കുറവാകുകയും അതുമൂലമുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാനെ അതുപോലെ ശിവനെ ഒക്കെ പ്രാർത്ഥിക്കുക, ആ മന്ത്രങ്ങൾ ജപിക്കുക. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിലോ ഹനുമൻ ക്ഷേത്രത്തിലും ദർശനം നടത്തുക, വഴിപാട് നടത്തുകയും ഒക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹനുമാൻ്റെ പോലെ തന്നെ ശാസ്താവിനും പ്രാധാന്യമുണ്ട്. ശാസ്താവിന് പൂജ നടത്തുക, ശാസ്താ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുന്നതും ഒക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കും. അടുത്തത് ഇടവക്കൂറാണ്. ടോറസ് എന്നാണ് പറയുക. കാർത്തികയുടെ അവസാനത്തെ 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. കർമ്മസ്ഥാനത്ത് ആണ് പ്രധാന ഗ്രഹങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ കിട്ടേണ്ട ചില സ്ഥാനക്കയറ്റങ്ങളും ഒക്കെ അത് ചർച്ചയിലേക്ക് വരും. അത് മിക്കവാറും അത് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവുകയും ചെയ്യും. ചില അധിക ചുമതലകളും നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാം. ധനം പരമായിട്ട് അവർക്ക് അനുകൂലമാണ്. സ്ഥിരമായിട്ടുള്ള വരുമാനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടോ വാഹന സംബന്ധമായിട്ടോ ഒക്കെയുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്നത് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് കഴുത്ത്, തൊണ്ട, അതുപോലെ ശബ്ദം സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഥവാ അങ്ങനെയുള്ള പ്രത്യേകിച്ച് രോഗങ്ങൾ അത് സംബന്ധിച്ചുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ അനുകൂലമാണ് കാര്യങ്ങളൊക്കെ. കുടുംബജനങ്ങൾ, മക്കളും ഭാര്യ, അച്ഛനമ്മമാർ മുതലായിട്ടുള്ളവർ ഒക്കെ വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു ആഴ്ചയായിട്ട് വിചാരിക്കാവുന്നതാണ്. പരിഹാരമായിട്ട് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമ ജപം നടത്തുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുന്നതും ഒക്കെ വളരെ നല്ല സൽഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. ജമിനി എന്നാണ് പറയുക. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ അഥവാ പുണർദത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനം നല്ലതാണ്. അവിടെ പ്രധാനപ്പെട്ട ബുധശുക്രാദി ഗ്രഹങ്ങൾ ഉണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളോ ജോലിയോ ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് നല്ലതാണ്.
പഠന മേഖലയിലുള്ളവർക്കും അധ്യാപനവും പഠനവും ഈ കാര്യങ്ങളിലൊക്കെ ഉള്ളവർക്കും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്ര ധാരാളം ആയിട്ട് വേണ്ടിവരും. യാത്ര അതുകൊണ്ടുണ്ടാകുന്ന ചിലവും വളരെ ഉണ്ടാകും. എങ്കിൽ പോലും യാത്ര കൊണ്ട് പിന്നീട് നേട്ടമുണ്ടാകുന്ന നല്ല യാത്രകളായിരിക്കും നടത്തുക. അതൊരു അനാവശ്യ ചിലവ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. ആരോഗ്യപരമായിട്ട് നാഡീ സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകളുണ്ടാകാം. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രക്തസമ്മർദ്ദവും കൂടാൻ സാധ്യതയുണ്ട്. ശരീരവേദന പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ഗുരുജനങ്ങളുടെയും പിതൃജനങ്ങളുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാലമാണ്. അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് അവർ സന്തോഷിക്കുകയും അതൊരു അനുഗ്രഹമായിട്ട് നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. പരിഹാരം ആയിട്ട് അവർ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനവും അലങ്കാരാദി പൂജകൾ അഥവാ മാല സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ട് വരും. അടുത്തത് കർക്കിടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് അതിന് പറയുന്നത്. പുണർതത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഇവർക്ക് അഷ്ടമത്തിലാണ്, 8ാം ഭാവത്തിലാണ് ഗ്രഹങ്ങളുടെ പ്രധാന സ്വാധീനങ്ങളൊക്കെ. ബുധശുക്രാദി സൂര്യനും ചൊവ്വയും രാഹുവും ഒക്കെ അഷ്ടമത്തിൽ ഉള്ളതുകൊണ്ട് ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ അഥവാ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ, പ്രത്യേകിച്ച് പ്രവർത്തന മേഖലയിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ രഹസ്യമായിട്ട് ചെയ്യേണ്ട ജോലികൾ, CID വർക്കുകൾ, അല്ലെങ്കിൽ ചില പുറത്തുള്ളവർ അറിഞ്ഞ് അല്ലാതെ ചെയ്യേണ്ട ജോലികൾ പോലീസിൽ ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ്. ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ലതാണ്. ഇൻഷുറൻസ് മേഖലയിലും ബാങ്കിങ് മേഖലയിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ ഇതിൽ അവർ ഓഫീസിലും അല്ലെങ്കിൽ അവർ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും ഒക്കെയുള്ള മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. അത് ചില രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കണം. എന്തെന്നാൽ അതുമൂലമുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലോ ഒക്കെ പരസ്പരമായിട്ട് ഒരു വിരോധം ഉണ്ടാകത്തക്ക വിധത്തിൽ വാക്കുകൾ കൊണ്ട് ദുരിതം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് ചില പഴയ കുടിശ്ശികകളും മറ്റുമൊക്കെ തിരിച്ച് കിട്ടുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യത്തിന് മറ്റ് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും ഉറക്കക്കുറവും അതുമൂലമുണ്ടാകാവുന്ന ചെറിയ പ്രശ്നങ്ങളുമൊക്കെ ആരോഗ്യത്തിൽ സംഭവിച്ചേക്കാം. കുടുംബത്തിൽ വാക്കുകൊണ്ട് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കിന് വളരെ നിയന്ത്രണം വേണം. അതുമൂലമുണ്ടാകാവുന്ന ചില ശത്രുതകളോ അഥവാ പരസ്പര വിശ്വാസമില്ലായ്മയും സംഘർഷങ്ങളും ഒക്കെ കുടുംബത്തിൽ സംജാതമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ശിവന് കൂവളത്തില കൊണ്ടുള്ള അർച്ചന നടത്തുക, ശിവമന്ത്രം ജപിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ധാര നടത്തുക മുതലായവ പരിഹാരങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് അതിന് പറയുന്ന ഇംഗ്ലീഷിലുള്ള പേര്. മകം, പൂരം, ഉത്രത്തിൽ കാല്, ഉത്രത്തിൻ്റെ ആദ്യപാദം, ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ജോലി അഥവാ ബിസിനസ് കരിയർ സംബന്ധിച്ച് പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന കാര്യം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കരാറുകളിലും മറ്റുമൊക്കെ ഒപ്പിടുമ്പോൾ ചതി പറ്റാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതാണ്. മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സിലാണ് ഇവർക്ക് ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അതുകൊണ്ട് കരാർ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ എഗ്രിമെൻറ്റുകളും മറ്റും സൈൻ ചെയ്യുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ധനപരമായിട്ട് സ്വന്തം വരുമാനത്തിന് വലിയ വർധനയോ അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിൽ പോലും പങ്കാളി ഈ മുഖാന്തരം ഉണ്ടായേക്കാവുന്ന വരുമാനത്തിൽ ഉയർച്ചയുണ്ടാവുകയും അത് തനിക്ക് നേട്ടമായിട്ട് വരികയും ചെയ്യുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഹൃദയം സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളുണ്ടാകാം. സമ്മർദ്ദം കൂടുതലുണ്ടാകാം. അതുകൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളും ഉണ്ടായേക്കാം. ഉറക്കമിളപ്പ് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ തൻ്റേത് മാത്രമായ വാക്കുകൾ അഥവാ തനിക്ക് എല്ലാത്തിലും ഒരു ഉയർന്ന സ്ഥാനം ഉണ്ട് എന്നുള്ള സങ്കല്പത്തോടു കൂടി ഉണ്ടാകുന്ന വാക്കുകളെ കൊണ്ടുണ്ടാകുന്ന ചില ദുരിതങ്ങൾ ഇവർക്ക് ഉണ്ടായേക്കാം. അതുകൊണ്ട് കുടുംബകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണം. അല്ല എന്നുണ്ടെങ്കിൽ കുടുംബാന്തരീക്ഷം വളരെ
മോശമാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ഗണപതിയെ ഭജിക്കുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഹോമം നടത്തുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കും. അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് അതിന് പറയുന്ന പേര്. ഉത്രത്തിൽ മുക്കാൽ, ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ ചേർന്നതും അത്തവും ചിത്തിരയുടെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. 6ാം ഭാവത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെയും യോഗം ചെയ്ത് നിൽക്കുന്നത്. ശത്രുക്കൾ ഉള്ളവർക്ക് അഥവാ ബിസിനസ്സിലോ കരിയറിലോ ഒക്കെ തനിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഉള്ള രക്ഷയുണ്ടാകുക, അവരിൽ വിജയമുണ്ടാകുക ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇവർക്ക്. അതുപോലെ മത്സര പരീക്ഷകൾ, സർക്കാരിൻ്റെ ചില ജോലികൾ, കരാർ ജോലികളും മറ്റും ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. സഹപ്രവർത്തകരുടെ അസൂയ കൊണ്ടുണ്ടാകുന്ന ചില വൈരുദ്ധ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവയൊക്കെ കണ്ടറിഞ്ഞ് സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ധനപരമായിട്ട് രോഗം സംബന്ധിച്ച്, അതായത് മെഡിക്കൽ, ആശുപത്രി മുതലായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചിലവുകൾ കുറച്ച് കൂടാവുന്നതാണ്. എന്നാൽ മുൻപിനാലെയുള്ള കടങ്ങൾ തീർക്കാനും ഇപ്പോൾ സമയം അനുകൂലമാണ്. ആരോഗ്യപരമായിട്ട് വയറ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും, അജീർണം അഥവാ ദഹനക്കേട് മുതലായിട്ടുള്ള കാര്യങ്ങളും, ഗ്യാസ് ട്രബിൾ മുതലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളത് അത് കുറച്ച് കൂടുതലായിട്ട് മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ടും അത്ര സുഖമുള്ള കാലമല്ല. ചില അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടാകാം. മക്കളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അവരുടെ പഠിത്തത്തിൽ ചെറിയ പ്രയാസങ്ങൾ, ഉഴപ്പുകളൊക്കെ കാണാം. അത് പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവർക്ക് ദുർഗാ പാരായണം, ദുർഗാസ്തവം അഥവാ ദുർഗാ പൂജ മുതലായിട്ടുള്ള കാര്യങ്ങൾ, ദുർഗയെ ഭജിക്കുക, ദുർഗാക്ഷേത്ര ദർശനം നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് പറയാവുന്നതാണ്. ഇനി തുലാക്കൂറാണ്. ലിബ്ര എന്നാണ് അതിന് പറയുന്നത്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ, 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ, അഥവാ മീഡിയ, അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പത്രപ്രവർത്തനം, ഈ മേഖലകളിലുള്ളവർക്ക് കുറച്ച് ഉയർച്ച, അതുപോലെ അവരുടെ പ്രവർത്തനത്തിൽ അംഗീകാരം ഒക്കെ ഉണ്ടാകാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് ശരാശരി വരുമാനവും ഒക്കെ ഉണ്ടാവും. അത് സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് ഒരു മാനസികാവസ്ഥ ക്രമീകരിച്ചാൽ സന്തോഷത്തോടു കൂടി ഇരിക്കാവുന്നതാണ്. മറ്റ് രോഗങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കുടുംബപരമായിട്ട് മക്കൾക്ക് ചില നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷവും ഒക്കെ കുടുംബത്തിൽ പങ്കിടാൻ സാധിക്കും. ദാമ്പത്യത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബപരമായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് പറയാവുന്നതാണ്. ഇവർക്കും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാ ദേവിക്ക് പൂജ നടത്തുക, നാമം ജപിക്കുക, ദുർഗാ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകളും ഒക്കെ നടത്തുക, ദീപം സമർപ്പിക്കുക, ഇതൊക്കെയും ഒരു നല്ല പരിഹാരമായിട്ട് പറയാവുന്നതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. സ്കോർപിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. വീട് അഥവാ പ്രവർത്തന മേഖല സംബന്ധിച്ച് ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാവും. അഥവാ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, അത് സംബന്ധിച്ചുള്ള ചിന്തകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മറ്റും കൈകാര്യം ചെയ്യുന്നവർക്ക് ചില തീരുമാനങ്ങളിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ അവർക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട്. ഇതുവരെ വിറ്റ് പോകാതിരുന്ന സ്ഥലങ്ങളും മറ്റുമൊക്കെ വിൽക്കാൻ സാധിച്ചെന്ന് വരാം. അതിൽ നഷ്ടം വരാനും സാധ്യതയുണ്ട്. ധനപരമായിട്ട് വീട്, വാഹനം മുതലായിട്ടുള്ള അവയ്ക്ക് വേണ്ടി മുടക്കുന്ന തുക വളരെ കൂടുതലായിട്ട് വരാം. അങ്ങനെയുള്ള അധിക ചെലവ് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. തനിക്ക് മുതിർന്നവർക്ക്, കുട്ടികൾക്ക് ഒക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. അതുമൂലമുള്ള ഉത്കണ്ഠ ഉണ്ടാവുകയും
അത് തനിക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ മാതാവ് മാതൃതുല്യരായിട്ടുള്ള ആൾക്കാർ, മാതൃ സഹോദരിമാർ, അതുപോലെ മാതാമഹി, അവരുടെ ബന്ധുക്കൾ, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂടിച്ചേരാനും അവരുടെ ഒരു അനുഗ്രഹം സിദ്ധിക്കാനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് തിങ്കളാഴ്ച ദിവസം ശിവന് പാലുകൊണ്ട് അഭിഷേകം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ പാൽപ്പായസം, പാലുകൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ ആ കുട്ടികളുടേതായിട്ടുള്ള അനുഗ്രഹം വാങ്ങിക്കുന്നതും സൽഫലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ധനുക്കൂറാണ്, സാജിറ്റേറിയസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ നാമം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ചേർന്നതാണ് ധനുക്കൂറ്. മാധ്യമ സംബന്ധമായിട്ട് ഉള്ളത്, എഴുത്ത് ജോലികൾ, അതുപോലെ പത്രപ്രവർത്തനം, ഇങ്ങനെയുള്ളതും, അതുപോലെ സെയിൽസ് മേഖലയിൽ ജോലിയുള്ളവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ചില യാത്രകൾ വേണ്ടിവരും. ആ യാത്രകൾ ഭാവിയിലേക്ക് പ്രയോജനപ്പെടുന്നതും ആയിട്ട് വരും. ധനപരമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ചെറുതെങ്കിലും ഒരു സ്ഥിരമായിട്ടുള്ള ലാഭം, ധനഭാവം അനുകൂലമാണ്. ആരോഗ്യപരമായിട്ട് ശരീരവേദന, അതുപോലെ പ്രത്യേകിച്ച് കയ്യ്, എല്ലുകൾ, അതുപോലെ തോള്, പുറംഭാഗം, ഇവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗം ഉള്ളവർക്ക് അത് കുറച്ചൊന്ന് അധികരിക്കാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് സഹോദരന്മാരുടെയും സ്വസഹോദരന്മാരെയും കസിൻസ് അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു പിന്തുണ കിട്ടും. അതുകൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷം കുറച്ചൊന്ന് മുൻപുള്ളതിനേക്കാൾ കുറച്ചുകൂടെ സന്തോഷകരമായിട്ട് സാധിക്കും. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവക്ഷേത്ര ദർശനവും ശിവന് ധാരയും നിവേദ്യ സഹിതം വഴിപാടുകളും നടത്തുന്നതും, ഹനുമൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഹനുമൻ ചാലീസ മുതലായിട്ടുള്ള മന്ത്രങ്ങൾ നിത്യേന പാരായണം ചെയ്യുന്നതും നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിലുള്ള നാമം. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തരയും, അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ജോലി സംബന്ധമായിട്ട് ചില കൂടുതൽ അധികാരങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. വാക്ക് മൂലമുള്ള ചില ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തൻ്റെ വാക്ക് കൊണ്ട് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പറയേണ്ടി വരിക, അഥവാ അവർക്കതൊരു ഫീലിംഗ് ഉണ്ടാകുക, അതുമൂലമുള്ള ചില സംഘർഷങ്ങളോ എതിർപ്പുകളോ ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാകാൻ ജോലിയിലോ അവനവൻ്റെ കരിയറിലോ പ്രൊഫഷനിലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വേണ്ടത്ര നിയന്ത്രിക്കേണ്ടതാണ്. ധനം സംബന്ധമായിട്ട് വരുമാന വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതര വരുമാനങ്ങളും, സ്ഥിരമായിട്ടുള്ള വരുമാനങ്ങൾ കൂടാതെ ഇതര വരുമാനങ്ങളാൽ ധനാപുഷ്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യം സംബന്ധിച്ച് രോഗങ്ങളുണ്ടാകാൻ സാധിക്കും, അത് ഉണ്ടായേക്കാം. നേത്രരോഗങ്ങളും തലവേദന മുതലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അത് സംബന്ധിച്ച രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ചൊന്ന് മൂർച്ഛിക്കാൻ, കൂടുതലാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പിതാവുമായിട്ട് ഉള്ള അഭിപ്രായ ഭിന്നത അത് ഒരു പക്ഷേ വഴക്കിലേക്ക് പോലും കലാശിച്ചേക്കാം. അങ്ങനെ ഉള്ളത് പിതൃവ്യരായിട്ടുള്ള ആൾക്കാർ, പിതാവ്, പിതാമഹൻ മുതലായിട്ടുള്ളവർ, അവരുടെ സഹോദരന്മാർ ഒക്കെ ആയിട്ടുള്ള ചില തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിയുന്നത്ര നിയന്ത്രിക്കേണ്ടതാണ്. അത് കുടുംബാന്തരീക്ഷം ശിഥിലമാക്കാൻ പര്യാപ്തമാകുന്നതാണ്. പരിഹാരമായിട്ട് ശാസ്ത്രപ്രീതി തന്നെയാണ്. ശാസ്താവിന് എള്ള് കിഴി, എള്ള് പായസം മുതലായിട്ടുള്ളവ സമർപ്പിക്കുക. അവിടെ പ്രദക്ഷിണാദികളും ആലിന് പ്രദക്ഷിണം വയ്ക്കുന്നതും ഒക്കെ സൽഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് കുംഭക്കൂറാണ്. അക്വാരിസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ നാമം. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയം, പൂരൂരുട്ടാതി 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ലഗ്നത്തിൽ അവർക്ക് ബുധനും ശുക്രനും സൂര്യനും രവിയും കുജനും രാഹുവും ഒന്നിച്ച് വരുന്ന സമയമാണ്. ജീവിതത്തിൻ്റെ ക്രമം ഒന്ന് മാറി വേറൊരു പുതിയ ക്രമത്തിലേക്ക് വരുന്നതിനെപ്പറ്റി ആലോചിക്കാം. അങ്ങനെയുള്ള
കാര്യങ്ങൾ തീരുമാനമെടുത്ത് നിൽക്കുന്നവർക്ക് അത് പ്രാവർത്തികമാക്കാനും ഉള്ള സാധ്യത ഉള്ള കാലമാണ്. ധനപരമായിട്ട് ഇപ്പോൾ ഉള്ളത് കൂടാതെ മറ്റു ചില വരുമാന മാർഗങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കും. ചിലപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പുതിയ ഒരു മാർഗത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്, അഥവാ അങ്ങനെ ചിന്തിക്കും. ആരോഗ്യപരമായിട്ട് നാഡീ സമ്മർദ്ദം ഉണ്ടാകാൻ, നാഡികൾ സംബന്ധിച്ചുള്ള അസുഖങ്ങളുണ്ടാകാം, അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കൂടാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള അഥവാ അവനവൻ്റെ സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കണം. കുടുംബജനങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ഉണ്ടാകണം, അവരുടെ വാക്ക് കേൾക്കണം. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അവരവരുടെ വാക്ക്, ആ വാക്ക് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലും ദർശനം നടത്തുക, അഥവാ ശിവ ശാസ്ത ഹനുമാൻ മന്ത്രങ്ങൾ ജപിക്കുകയോ അങ്ങനെയുള്ള ഹനുമാൻ ചാലീസ പോലെയുള്ള മന്ത്രങ്ങൾ നിത്യേന ജപിക്കുന്നതും ഒക്കെ സൽഫലങ്ങൾ ഉണ്ടാക്കാൻ, അതിന് ഈ പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയുള്ളത് മീനക്കൂറാണ്. അക്വാരിസ് എന്നാണ് അതിന് ഇംഗ്ലീഷിലെ നാമം. പൂരുരുട്ടാതി അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന അതാണ് മീനക്കൂറ്. ഇവർക്ക് കണ്ടകശനിയും ഏഴരശനിയും ഒന്നിച്ച് വരുന്ന കാലമാണ്. അതുകൊണ്ടുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും അവർ കുറച്ച് കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ വിദേശത്ത് ജോലി ചെയ്യുക, വിദേശവുമായി ബന്ധപ്പെട്ട കച്ചവടാദികളോ അങ്ങനെയുള്ള ജോലികളോ ഒക്കെ ചെയ്യുന്നവർക്കും ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാമാന്യേന അനുകൂലമാണ് എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഈ കണ്ടകശനിയും ഏഴരശനിയും ഒന്നിച്ചു നിൽക്കുന്ന കാലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം വേണ്ടതാണ്. പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കാനും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വരവിൽ ഏറെ ചിലവ് വരുന്ന കാലമാണ്. അതുകൊണ്ട് പുതിയ സ്പെക്കുലേറ്റീവായിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവുണ്ടാകാം. കാല് സംബന്ധിച്ചോ ജോയിൻ്റ് മുട്ട് അതുപോലെ പാദങ്ങൾ സംബന്ധിച്ചോ ഒക്കെയുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെയുള്ള വേദനകളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാനും ഒക്കെ സാധിക്കും. ആ രോഗസാധ്യതകൾ അറിഞ്ഞ് അതിനനുസരിച്ച് വേണ്ടത്ര കെയർ അത് എടുക്കേണ്ടതാണ്. കുടുംബത്തിൽ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം. അത് സംബന്ധിച്ച് ആകുലത അഥവാ ഉത്കണ്ഠ നമുക്ക് ഉണ്ടാകാം. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് പരിഹാരമായിട്ട് വിഷ്ണുവിനെ ഭജിക്കുക, ശിവനെ ഭജിക്കുക, ഹനുമാനെ ഭജിക്കുക, ശാസ്താവിനെ ഭജിക്കുക, അഥവാ ഈ ദേവന്മാരുടെയും മറ്റും സഹസ്രനാമാദി മന്ത്രജപങ്ങളും ഒക്കെ വളരെ സഹായിക്കും. പ്രത്യേകിച്ച് പ്രാണായാമാദികളൊക്കെ ചെയ്ത് മനസ്സിനെ ഒരു സമീകൃതമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് വയ്ക്കാൻ ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പല ആത്മസംഘർഷങ്ങളും വരാം. അതുകൊണ്ടുണ്ടാവുന്ന പല ദുരിതങ്ങളും അനുഭവിക്കാനും ഉള്ള യോഗം കാണുന്നുണ്ട്. നമസ്കാരം.